നമസ്കാരം. തൃശൂരിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ CPM ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ വിജയിപ്പിക്കുമെന്ന രഹസ്യം തൃശൂർ പൂരത്തോടെ പരസ്യമായിരിക്കുകയാണ്. കേട്ടുകേൾവിയില്ലാത്തവണ്ണം പിണറായി വിജയനെതിരെയുള്ള ലാവ്ലിൻ കേസ് നീട്ടിവെക്കുകയും സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തേച്ചു മായ്ച്ചു കളയുകയും പിണറായിയുടെ മകൾ വീണ വിജയന്റെ അറസ്റ്റ് തടയുകയും ചെയ്യുന്നതിന് പ്രത്യുപകാരമായി തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി നൽകിയിരിക്കുന്നു. ഈ നീക്കത്തിന്റെ വ്യക്തമായ തെളിവാണ് പോലീസിനെ ഉപയോഗിച്ച് തൃശൂർ പൂരത്തെ തകർത്തു കളഞ്ഞത്. പോലീസ് എന്നത് ആഭ്യന്തര വകുപ്പിന് കീഴിൽ. അപ്പോൾ പോലീസിന്റെ പരിപൂർണ പരാജയമാണ് തൃശൂർ പൂരത്തിൽ കാണാൻ സാധിച്ചത്. ഇതിലൂടെ ആഭ്യന്തര വകുപ്പിനെതിരെ, സംസ്ഥാന ഗവൺമെന്റിനെതിരെ തൃശൂരിൽ ഒരു വികാരമുണ്ടാക്കി അതിലൊരു ഹിന്ദുത്വം കൂടി കലർത്തി ഭിന്നിച്ചു നിൽക്കുന്ന ഹൈന്ദവ വോട്ടുകൾ ഹിന്ദുത്വ പാർട്ടിയായ BJPക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന പിണറായി തന്ത്രം തൃശൂരിൽ നടപ്പിലാക്കി കഴിഞ്ഞു. തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടൽ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു? അവിടെ ഒരു ക്രമസമാധാന പ്രശ്നവുമില്ല, സുരക്ഷാ വിഷയങ്ങളില്ല, പോലീസ് ഇടപെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. പൂരം നാളിൽ രാവിലെ തന്നെ മഠത്തിൽ വരവുത്സവത്തിൽ സമാധാനത്തോടെ പങ്കെടുത്തിരുന്ന പൂരം പ്രേമികളെ യാതൊരു പ്രകോപനവുമില്ലാതെ വഴക്ക് പറഞ്ഞ് പിടിച്ചു തള്ളിയത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനാണ്. അവിടെ മുതൽ ആരംഭിക്കുന്നു പോലീസ് അതിക്രമങ്ങൾ. പൂരത്തിന്റെ സുരക്ഷ ഭംഗിയായി നിർവഹിച്ച് പരിചയമുള്ള ഒരൊറ്റ ഉദ്യോഗസ്ഥനെ പോലും നിയോഗിക്കാത്തത് ഇതിന് പിന്നിലെ നിഗൂഢത വെളിപ്പെടുത്തുന്നു. വടക്കുന്നാഥ ക്ഷേത്രവളപ്പിൽ ചെരുപ്പിട്ട് കയറിയ പൂരപ്രേമികളെ തടഞ്ഞ പോലീസ് ബൂട്ടിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. ഇലഞ്ഞിത്രമേളം വടക്കുന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുമ്പോൾ മേൽശാന്തിയെ പോലീസ് പുറത്ത് തടഞ്ഞു വയ്ക്കുന്നു. ആനയ്ക്ക് പട്ടയുമായി വന്നവരെ പോലീസ് തടയുന്നു. വെടിക്കെട്ട് നടക്കുന്നിടത്തേക്ക് പൂരം കമ്മിറ്റിക്കാരെയും സംഘാടകരെയും പോലീസ് കടത്തിവിടുന്നില്ല. രാത്രി 10-ന് ശേഷം തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും പഞ്ചവാദ്യങ്ങൾ ആസ്വദിക്കാൻ എത്തിയവർക്ക് സ്വരാജ് റൗണ്ടിൽ കടക്കാൻ കഴിയാത്ത വിധത്തിൽ പോലീസ് ബാരിക്കേഡുകൾ തീർക്കുന്നു. രാത്രി തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് പോലീസ് തടഞ്ഞു വെച്ചു. ഇത് ചോദ്യം ചെയ്ത പൂരപ്രേമികളെ പോലീസ് തല്ലി ഓടിക്കുന്നു. എഴുന്നള്ളത്തും വാദ്യമേളങ്ങളും എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. പൂരത്തിന്റെ സുപ്രധാന ചടങ്ങായ വെടിക്കെട്ട് നടക്കേണ്ടത് പുലർച്ചെ 3-ന്, അതും പോലീസ് തടഞ്ഞു. ശക്തമായ ഇടപെടലുകൾക്ക് ശേഷം രാവിലെ 7 മണിക്ക് പട്ടാപ്പകൽ വെടിക്കെട്ടിന് അനുവാദം നൽകുന്നു. തൃശൂർ പൂരം തകർക്കുവാനുള്ള ശ്രമങ്ങൾ പൂരത്തിന് മുന്നേ തന്നെ ആരംഭിച്ചിരുന്നു. അത് മനസ്സിലാക്കുമ്പോഴാണ് പോലീസിനെയും ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് പിണറായി തന്റെ അജണ്ട എങ്ങനെയാണ് നടപ്പിലാക്കിയതെന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. പൂരം പ്രദർശനത്തിന്റെ തറവാടക മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഉയർത്തി. ആന എഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇങ്ങനെയൊക്കെ ചെയ്ത് പൂരം നടത്തിപ്പിനെ പ്രതിസന്ധിയിലാക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തിരുന്നു. ആയിരക്കണക്കിന് വരുന്ന പൂരം പ്രേമികളെ കഷ്ടപ്പെടുത്തുവാൻ മാത്രം റൗണ്ടിന് കിലോമീറ്റർ അകലെ പോലീസ് പൂരപ്രേമികളുടെ വാഹനം തടഞ്ഞു. ജനം നടന്നു വലഞ്ഞു. ആ വഴിയിലെ വാഹന പാർക്കിങ്ങുകൾ അടച്ചു. ചെറിയ റോഡുകളിലൊക്കെയും യാതൊരാവശ്യവുമില്ലാതെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ഇതൊക്കെ അവിടെ താമസിക്കുന്നവർക്ക്, അതായത് തൃശൂർ നിവാസികൾക്ക് വലിയ ദുരിതമായി മാറി. എല്ലാ വലിയ ചെറിയ വഴികളും പോലീസ് അടച്ചതോടെ ജനം പുറത്തായി. ഇതോടെ പൂരപ്രേമികൾ പോലും മടുത്ത് മടങ്ങി. അതുതന്നെയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. തൃശൂറുള്ള ആയിരക്കണക്കിന് പൂരപ്രേമികളെ മാനസികമായി തകർത്ത് പോലീസിനെതിരെ, ആഭ്യന്തരത്തിനെതിരെ, പൂർണ്ണമായി പറഞ്ഞാൽ ഭരണകൂടത്തിനെതിരെ വികാരമുണ്ടാക്കി അതിലൂടെ ഹൈന്ദവ വികാരത്തെ ഏകോപിപ്പിച്ച് അത് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കുള്ള വോട്ടുകളാക്കി മാറ്റുക. അതിൽ CPM അല്ലെങ്കിൽ പിണറായി ബുദ്ധി വിജയിച്ചിരിക്കുന്നു. തൃശൂരിൽ CPM BJPക്ക് നൽകിയ വാക്ക് പാലിച്ചു. സുരേഷ് ഗോപിയുടെ വിജയം അനായാസമാക്കി മാറ്റി.